ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഗൈസ്, നമ്മൾ 2025 കടന്നിരിക്കുകയാണല്ലേ. അപ്പൊ ഈ സമയത്ത് ഒരുപാട് പേര് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുത്തവരുണ്ടായിരിക്കും. ഒരുപാട് പേര് ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ജേർണൽ എഴുതാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ പലരും ഉണ്ടായിരിക്കും എങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യും. ഒരുപാട് പേരുണ്ടായിരിക്കും അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിയാത്തവരുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ ഗോൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അതിലൊരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്നവരുണ്ടായിരിക്കും. ജേർണൽ എഴുതുന്നത് എങ്ങനെ ഇതെല്ലാമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നറിയാത്തവരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ലെറ്റ്സ് ജംപ് ഇൻ ടു ദി വീഡിയോ. ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പം അതെന്തിലും ആകാം. ഫിനാൻഷ്യൽ ഗോൾ ആകാം, ഫിസിക്കൽ ഗോൾ ആകാം, റിലേഷൻഷിപ്പ് ഗോൾ ആകാം, എഡ്യൂക്കേഷണൽ ഗോൾ ആകാം, എന്നിങ്ങനെ എന്തും ആകാം. പലർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം ഒരുപാട് ഗോൾ ഉണ്ടായിരിക്കും അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഏത് ആദ്യം തുടങ്ങണം, ഏത് അവർക്ക് ആദ്യം നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് കൺഫ്യൂഷൻ ഉള്ളവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു പേപ്പർ എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ മുഴുവനും അതിലേക്ക് എഴുതിയിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കും ഉണ്ടായിട്ടുണ്ട് ആ ഒരു അനുഭവം. എനിക്ക് ഒരു 10 ഗോളെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ട് ലൈഫിൽ. അതിൽ പല കാര്യങ്ങളും ഞാൻ ചെയ്തു, പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇമോഷണലി ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, എനിക്ക് പല കാര്യങ്ങളിലും നല്ല രീതിക്ക് ഒരു 2-3 ദിവസത്തിൽ കൂടുതൽ ഫോക്കസ് കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ഗോളിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. നിങ്ങൾക്ക് ലൈഫിൽ ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. നിങ്ങൾക്ക് എന്താണ് ആവേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യട്ടോ. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 1-2 ഗോള്, നിങ്ങൾ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത്, ഒരുപാട് സ്ട്രഗിൾസ് ലൈഫിൽ നേരിട്ടിട്ടുണ്ട്, ഒരു കാര്യങ്ങളിലും 2-3 ദിവസത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ആദ്യം ചെറിയ ഗോള് സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന, ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഏതെങ്കിലും 1-2 ഗോള് നിങ്ങൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. പിന്നെ ഗോൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗോൾ സെലക്ട് ചെയ്തു, അത് ചെയ്തു തുടങ്ങി, അത് പകുതിയാകുന്ന സമയത്തെങ്കിലും അതിലൂടെ നിങ്ങൾക്ക് ഒരു 3-4 അച്ചീവ്മെന്റ് എങ്കിലും കിട്ടണം. 3-4 നിങ്ങളുടെ പ്രോബ്ലംസ് ആ ഒരു ഗോളിലൂടെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള ഗോൾ ആയിരിക്കണം നിങ്ങൾ ചെയ്യാൻ തുടങ്ങേണ്ടത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോ ഒരു എക്സസൈസ് ഗോൾ ആണ് നിങ്ങൾക്കുള്ളതെന്ന് വിചാരിച്ചോ. നിങ്ങൾ ഈ ഒരു വർഷം മുതൽ ഞാൻ എക്സസൈസ് ചെയ്യും, എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഞാൻ റെഡ്യൂസ് ചെയ്യും, പ്രോബ്ലംസ് ഒക്കെ ഞാൻ സോൾവ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എക്സസൈസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. അപ്പൊ ഈ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഒരു നല്ല ഫിറ്റ് ബോഡി കിട്ടും, കോൺഫിഡൻസ് കിട്ടും. അത് മാത്രമല്ല, ഒരു ഹെൽത്തി ബോഡി, മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ഹെൽത്തി ആകും എക്സസൈസ് ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഈ എക്സസൈസ് എന്ന ഒരു ഗോള് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2-3 കാര്യങ്ങൾ നമുക്ക് അതിലൂടെ കിട്ടുകയാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ 2-3 കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിലൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങളെ ലൈഫിൽ ബെറ്റർ ആക്കുന്ന നല്ല ഏതെങ്കിലും 2 ഗോള് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എക്സസൈസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കാര്യമാണ്. നമുക്ക് ഇന്ന് യൂട്യൂബ് ഉണ്ട്. യൂട്യൂബ് നോക്കിയിട്ട് നമുക്ക് വീക്കിലി ഒരു 3 ദിവസം, ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് നമുക്ക് യൂട്യൂബ് നോക്കിയിട്ട് നമുക്ക് ഒരേ എക്സസൈസ് തന്നെ ആഴ്ചയിൽ 3 ദിവസം ചെയ്യുക. അങ്ങനെ ഒരു മാസം അത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ അത് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അതിലൂടെ നമ്മളുടെ ഹെൽത്തിനും ഫിസിക്കിനും ഒക്കെ നല്ല രീതിയിലുള്ള മാറ്റം നമുക്ക് അതിലൂടെ കാണാൻ പറ്റും. അങ്ങനെ കാണുന്നതിലൂടെ നമ്മളുടെ കോൺഫിഡൻസ് കൂടുകയും നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകാനും ശ്രമിക്കും. അതാണ് ഒരു എക്സാമ്പിൾ. അതുപോലെ നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കുന്ന, നിങ്ങളുടെ 3-4 പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഗോൾ സെലക്ട് ചെയ്തിട്ട് ആദ്യം ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മളിവിടെ ഗോള് സെറ്റ് ചെയ്തു, നമുക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലിസ്റ്റ് ചെയ്തു, അതിലൂടെ നമുക്ക് വേണ്ട ഗോൾ എന്താണെന്ന് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക. നിങ്ങളുടെ മൈൻഡിനെ അതിനു വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുക. നമ്മുടെ മൈൻഡ്, ഇപ്പൊ ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ കുട്ടികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടായിരിക്കും. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് എന്തായാലും ഉറക്കക്കുറവ് ഉണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, കുട്ടികളുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പുറത്തു പോയിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല.
അപ്പൊ വീട്ടിലിരുന്നിട്ട് കുഞ്ഞുറങ്ങുന്ന സമയത്ത് എത്ര സമയമാണോ നിങ്ങൾക്ക് കിട്ടുക ആ സമയത്ത് ഈ കാര്യം ചെയ്യാൻ ശ്രമിക്കുക. ആ സമയത്ത് നിങ്ങൾ റെസ്റ്റ് എടുക്കാതെ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി ഒരു 15 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. ഇത് ഒരു മാസമെങ്കിലും ചെയ്തിട്ട് നിങ്ങളുടെ മൈൻഡിനെ അതുമായിട്ട് ട്രെയിൻ ചെയ്യുക, അതുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുക. അതാണ് നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ കംഫർട്ട് സോൺ എന്തായാലും നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തണം. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടും. പക്ഷെ ആ ഒരു കാര്യം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് എന്തായാലും ആ കാര്യം റെസിസ്റ്റ് ചെയ്യും. നിങ്ങളുടെ മൈൻഡ് പറയും, നീ ഇങ്ങനെ അല്ലല്ലോ ഇതുവരെ ജീവിച്ചത്, അതുകൊണ്ട് നിനക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടാകും, നിനക്ക് പറ്റിയ ഒരു കാര്യമല്ല ഇത്, നീ ഇതിൽ നിന്ന് മാറ്റം വരുത്തണം, പഴയ പോലെ തന്നെ പൊയ്ക്കോ, അതാണ് നല്ലത് എന്നുള്ള രീതിയിൽ മൈൻഡ് തുടർച്ചയായിട്ട് നമ്മളെ ഇങ്ങനെ പിന്തിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ അത് മൈൻഡ് ചെയ്യാതെ അവസാനം കിട്ടുന്ന ആ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. മൈൻഡ് എത്രത്തോളം റെസിസ്റ്റ് ചെയ്താലും അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് ഡെയിലി ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഡെയിലി ഒരു 15 മിനിറ്റ് സ്പെൻഡ് ചെയ്യാനും അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗോൾ സെറ്റിംഗ് കാലണ്ടർ വാങ്ങിയിട്ട് അതിന്റെ ഒരു സൈഡിൽ, ഞാൻ ഇവിടെ അതിന്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കട്ടോ, അതിന്റെ ഒരു സൈഡിലായിട്ട് നിങ്ങൾ ഡെയിലി ചെയ്ത കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അവിടെ ഡെയിലി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഡെയിലി ഓരോ മാസവും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഗോള് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓരോ മാസത്തെ ഓരോ കോളവും നിങ്ങൾ ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. എന്തായാലും നിങ്ങൾ ഒരു മാസം ഒരു കാര്യം നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് നിങ്ങളുടെ ഹോബിയായി മാറുകയും നിങ്ങളുടെ ഹാബിറ്റായി മാറുകയും ചെയ്യും. അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് എടുക്കാൻ തോന്നില്ല, അതിൽ നിന്ന് ഒന്ന് റിലാക്സ് ആവാനൊന്നും തോന്നില്ല. കാരണം നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടുന്നത് ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ ആയിരിക്കും. പിന്നീട് അങ്ങോട്ട് ഈ ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ ഹോബിയും നിങ്ങളുടെ ഒരു ഹാബിറ്റുമായിട്ട് മാറുക. അത് ഉറപ്പാണ് ഗൈസ്. നമ്മൾ ഒരു മാസം ഒരു കാര്യം കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിപ്പോ നല്ലതായാലും മോശമായാലും ഒരു കാര്യം നമ്മൾ കണ്ടിന്യൂസ്ലി ഒരു മാസം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും അത് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറും. പിന്നീട് നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പൊ അതൊരു നല്ല കാര്യമാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, എത്രത്തോളം നമ്മുടെ ലൈഫ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് അതിൽ നിന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്റെ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം അച്ചീവ് ചെയ്യണം എന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യത്തിന് പല തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഹെൽത്ത് വൈസ് ആയാലും അല്ലെങ്കിൽ മെന്റലി ആയാലും ഏതെങ്കിലും ഒരു തരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയുള്ളവരാണെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു എക്സസൈസ് ചെയ്യുക. ആ ഒരു എക്സസൈസിനെ നമ്മൾ ഗോളാക്കിയിട്ട് മാറ്റുക. അതുപോലെ ഒരു ഡയറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഡയറ്റിനെ ഒരു ഗോളാക്കിയിട്ട് മാറ്റുക. എന്നിട്ട് ഇത് രണ്ടും സോൾവ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ലെവലിലേക്ക്, നെക്സ്റ്റ് ഗോൾ നിങ്ങൾക്ക് എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഒരുമിച്ച് കൊണ്ടുപോകാം. പക്ഷെ നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ഒബ്സ്റ്റിക്കിൾസ് വരും. ഒരു ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ മെന്റലി പലതരത്തിലുള്ള സ്ട്രെസ് വന്നിട്ടോ അത് നമ്മളുടെ ഗോളിനെ അത് ബാധിക്കുകയും അതിൽ തടസ്സങ്ങൾ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗോള് സെറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ബെസ്റ്റ് ഗോള് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തടസ്സമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ ആദ്യം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ആ ഗോളിലേക്ക് എത്താനുള്ള വഴി ഒരുക്കി കൊടുക്കുക. അത് നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ഫോക്കസ് ഇല്ലാതെ നമുക്ക് ആ ഗോളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഫോക്കസിന് തടസ്സം വരുത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം സോൾവ് ചെയ്തിട്ട് വേണം ആ ഗോളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറയാൻ മറന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഇയർ ആവാനോ അല്ലെങ്കിൽ വർഷം തുടങ്ങാനോ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനൊരു പെർട്ടിക്കുലർ ഇയറോ ഡേയോ ഒന്നുമില്ല. നമ്മളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് ആ ഒരു സമയത്ത് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു 1.5 ഇയേഴ്സ് എന്റെ മോനുമായിട്ട് കുറച്ച് ബിസി ആയിരുന്നു, കുട്ടികളായിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവന് കുറച്ച് കളിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമായി, എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് ഈ സമയം മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്റെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. അത് ഞാൻ ഈ വർഷം തുടങ്ങുന്ന ഒരു 3 മാസം മുൻപ് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഓൾമോസ്റ്റ് 3 മന്ത്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ആ ഗോളുമായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇയറിനോ ഒരു ഡേക്കോ ഒരു മന്തിനോ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. നമുക്ക് എപ്പോഴാണ് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്, എപ്പോഴാണ് അതിന് മെന്റലി ഫിസിക്കലി എല്ലാ രീതിയിലും നമുക്ക് അതിനുള്ള ഒരു അവസരം കിട്ടുന്നത്, ആ അവസരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക, അതുമായി ബന്ധപ്പെട്ടുള്ള ബുക്സ് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ നമുക്ക് യൂട്യൂബ് വഴിയും ഗൂഗിൾ വഴിയും ഒക്കെ പറ്റും. സോഷ്യൽ മീഡിയ നല്ല രീതിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നെയും പല കാര്യങ്ങളിലും പല അച്ചീവ്മെന്റിന് വേണ്ടിയിട്ടും പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും ഒരുപാട് ബെനിഫിറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ വഴി. ഒരുപാട് മോശമായിട്ടുള്ളത് നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നല്ല കാര്യങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഗോളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതിലൂടെ നിങ്ങളുടെ ഗോളുമായിട്ട് മുന്നോട്ട് പോകാനും അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതാണ് എനിക്ക് ഗോൾസിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. എന്റെ ഒരുപാട് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് വർക്ക് ആവും, നിങ്ങൾക്കും ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഗോൾ സെറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ്, ഇതുവരെ ഗോൾ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.